എല്ലാവരും വെയിറ്റിംഗ് ആയിരിക്കും അല്ലേ? എന്താണ് ഇന്ന് അതിജീവിതയുടെ കേസിൻ്റെ വിധി പറയുന്ന ദിവസമാണ്, ലൈക്ക് ജഡ്ജ്മെൻറ്റ് വരുന്ന ദിവസമാണ്. അതോടൊപ്പം തന്നെ പ്രതികളുടെ ശിക്ഷ എന്താണെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷയിലാണ് ഞാനും നിങ്ങളും എല്ലാവരും. എന്തുകൊണ്ടാണ് ഇങ്ങനൊരു വിധി വന്നത്, എന്തുകൊണ്ടാണ് ദിലീപിനെ ശിക്ഷിക്കാത്തത് എന്നുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, കോടതി ദിലീപിനെ കുറ്റവിമുക്തനാക്കുകയും ചെയ്തു. 1 മുതൽ 6 വരെയുള്ള പ്രതികളെ ശിക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിജീവിതയ്ക്ക് നീതി ലഭിച്ചിട്ടുണ്ട് ഓൾറെഡി. കാരണം 1 മുതൽ 6 വരെയുള്ള പ്രതികളെ ശിക്ഷിച്ചു. അതല്ലേ നമ്മൾ കാണേണ്ടത്, അല്ലാണ്ട് ദിലീപ് എന്ന വ്യക്തിനെ കുറ്റവിമുക്തനാക്കിയതാണോ ഇപ്പോൾ നിങ്ങളുടെ പ്രശ്നം? അപ്പോൾ ആക്ച്വലി എന്താണ് സമൂഹത്തിന് വേണ്ടിയിരുന്നത്? ദിലീപിനെ കുറ്റക്കാരനാക്കണം എന്നുള്ളതായിരുന്നു സമൂഹത്തിന് വേണ്ടിയിരുന്നത്, അതെയോ അതിജീവിതയ്ക്ക് നീതി ലഭിക്കുക എന്നുള്ളതായിരുന്നു നിങ്ങൾക്ക് വേണ്ടിയിരുന്നത്? അതാണ് എനിക്ക് ആദ്യമേ തന്നെ തോന്നിയൊരു ഡൗട്ട് എന്ന് പറയുന്നത്. അതിജീവിതയ്ക്ക് നീതി ലഭിച്ചിട്ടുണ്ട്. 1 മുതൽ 6 വരെയുള്ള പ്രതികളെ കോടതി ശിക്ഷിച്ചു. ശിക്ഷ എന്താണെന്നുള്ളത് ഇന്നറിയും, ഏതാനും നിമിഷങ്ങൾക്കകം. അതുപോലെ തന്നെ ജഡ്ജ്മെൻറ്റും പുറത്തുവിടും. അപ്പോൾ നമുക്ക് കൂടുതൽ കാണാം എന്താണ് ജഡ്ജ്മെൻറ്റിൽ എഴുതിയിരിക്കുന്നത് എന്നുള്ളത്. പിന്നെ ദിലീപിനെ കുറ്റവിമുക്തനാക്കിയതായിരിക്കരുത് നിങ്ങളുടെ പ്രശ്നം, അതിജീവിതയ്ക്ക് നീതി ലഭിച്ചോ ഇല്ലയോ എന്നുള്ളതായിരിക്കണം. ആരും കോടതിയെ തള്ളിപ്പറയരുത്, കോടതിയെ കുറ്റപ്പെടുത്തരുത്. ഞാനൊരു അഡ്വക്കേറ്റ് എന്ന നിലയിൽ കോടതിക്കൊപ്പമാണ് ഞാൻ. കോടതിയിൽ വരുന്ന തെളിവനുസരിച്ച് മാത്രമാണ് കോടതിക്കൊരു വിധി പറയാൻ പറ്റുള്ളൂ. അപ്പോൾ കോടതിക്ക് കിട്ടിയ തെളിവുകൾ അനുസരിച്ച് ദിലീപ് കുറ്റമുക്തനായിട്ടാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. ഇനി അത് മാത്രമല്ല, അതിജീവിതയ്ക്ക് ഇനിയും ഈ കേസിന് അപ്പീൽ പോകണമെന്നുണ്ടെങ്കിൽ അവർക്കതിന് പോവുകയും ചെയ്യാം. അതിനുള്ള ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളൊക്കെ നമുക്ക് മുന്നിലുണ്ടല്ലോ.